പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നുള്ള കാര്യത്തിൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. പിണറായി വിജയന് താല്പര്യമില്ല എങ്കിൽ മാത്രം മറ്റൊരാളെ പരിഗണിക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായേക്കുമെന്നാണ് സൂചന. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. PBയിൽ പങ്കെടുക്കുന്നതിനായി പിണറായി വിജയൻ ഇന്ന് ദില്ലിയിലേക്ക് തിരിക്കും. നാളെ മുതൽ തുടർച്ചയായ 5 ദിവസം CPIM നേതൃയോഗങ്ങൾ ചേരും. കേരളം, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തോൽവിയും വിലയിരുത്തും. റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, പിണറായി പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ളതാണ് ചോദ്യം. നാളെ നടക്കുന്ന PBയിൽ മനസ്സ് തുറക്കട്ടെ, അതിനുശേഷം തീരുമാനമാക്കാം. പിണറായി ഇല്ലെങ്കിൽ കെ.എൻ. ബാലഗോപാൽ എന്ന സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഒപ്പം CPM നേതൃയോഗങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും തെറ്റുതിരുത്തൽ നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ റഹീസ? കീർത്തന, കേരളത്തിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന കാര്യത്തിൽ CPIM-നകത്ത് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന പൊതുവികാരമാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നുണ്ടായത്. പക്ഷേ അപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നുമില്ല. പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ നാളെയും മറ്റന്നാളും ഡൽഹിയിൽ PB യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും പിണറായി മനസ്സ് തുറക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും നാളത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് പോളിറ്റ് ബ്യൂറോയും ഒപ്പം അദ്ദേഹത്തിനും കൂടി താല്പര്യമുണ്ടെങ്കിൽ പിണറായി എന്ന തീരുമാനം വരും. അതിൻ്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് കമ്മിറ്റി അംഗീകരിച്ച് അത് പ്രഖ്യാപിക്കുന്നതായിരിക്കും രീതി. ഇനി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തനിക്ക്, ഒപ്പം വലിയ തോൽവി നേരിട്ടതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനെ നയിച്ച ആളെന്ന നിലയിൽ ഉണ്ട് എന്ന 2 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിണറായി മാറി നിൽക്കാനുള്ള സാധ്യതയും ചില നേതാക്കൾ കാണുന്നുണ്ട്. അങ്ങനെ മാറി നിന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയ കെ.എൻ. ബാലഗോപാൽ അടുത്ത പ്രതിപക്ഷ നേതാവാകാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. പിന്നീട് ചർച്ചകളിൽ പറയാൻ പറ്റുന്ന 2 പേരുകളേ ഉള്ളൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജയിച്ച 2 പേരാണ്. അത് സജി ചെറിയാനും PA മുഹമ്മദ് റിയാസുമാണ്. പക്ഷേ ആ 2 പേരുകളിലേക്ക് ചർച്ചകൾ പോകാൻ സാധ്യതയില്ല. അതിനു മുമ്പ് തന്നെ കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന തീരുമാനം പിണറായി ഇല്ലെങ്കിൽ ആ പാർട്ടി എടുക്കാനാണ് എല്ലാ സാധ്യതകളും. ശരി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നൊരു വികാരം പാർട്ടിക്കകത്തുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിലെ തോൽവിയും മുൻനിർത്തി അത് തെരഞ്ഞെടുപ്പ് നയിച്ച ആളെന്ന രീതിയിൽ മാറി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കെ.എൻ. ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവായി വരിക. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.